സഹോദരങ്ങളെ, ഭൂമിലോകത്ത് ഇന്നേ വരെ ഒരു മനുഷ്യനും നിരാകരിക്കാത്ത ഏറ്റവും വലിയ ഒരു സത്യമാണ് ജനിച്ചവരൊക്കെയും ഒരു നാൾ ഇവിടെ വിട്ടു പോകും എന്നുള്ളത്. മരണം എന്നുള്ളത് വല്ലാത്തൊരു വേർപാടാണ്. വദന്ന അന്നഹുൽ ഫിറാഖ്. ആ സമയമാകുമ്പോൾ അവനക്ക് ബോധ്യപ്പെടും, ഞാൻ എന്നേക്കുമായിക്കൊണ്ട് വേർപ്പെടുകയാണ് എന്ന്. ജീവിതത്തിൽ വേർപാടുകൾ എന്നുള്ളത് എത്ര ചെറുതാണെങ്കിലും എല്ലാവർക്കും വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. 2 വർഷത്തേക്ക് കുടുംബത്തെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ ആ വീട് വിട്ടിറങ്ങുമ്പോൾ അവിടെയുള്ള ആരും സന്തോഷിക്കുന്നില്ല. എത്ര വലിയ ശമ്പളക്കാരനാണ് എങ്കിലും ഇനി അദ്ദേഹത്തെ കാണാൻ കഴിയുകയില്ലല്ലോ. പ്രിയതമയുടെ കണ്ണ് നനയുന്നു, മക്കളുടെ മനസ്സ് വിതുമ്പുന്നു, ഉമ്മാക്കും ഉപ്പാക്കും അല്ലാത്ത വേദനയാണ്. എല്ലാവർക്കും ഒരു പ്രയാസമാണ്. അതുപോലെ തന്നെ കുറെ കാലമായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, നമുക്കൊരുപാട് ഓർമ്മകൾ സമ്മാനിച്ച പല ആളുകളും കുറച്ചു കാലത്തേക്കെങ്കിലും മാറി നിൽക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ചെറിയ പ്രയാസമൊക്കെ ഉണ്ടാകും. പക്ഷെ സുഹൃത്തുക്കളെ, ഈ ദുനിയാവിലെ ഏത് വേർപാടെടുത്ത് പരിശോധിക്കുകയാണ് എങ്കിലും നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട്. 2 വർഷം കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപക്ഷെ തിരിച്ചു വരുമായിരിക്കും. ഇനി അടുത്ത ആഴ്ച കാണാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും പിന്നെ എപ്പോഴെങ്കിലും എവിടെ വെച്ചുമെങ്കിലും ഒക്കെ കാണാലോ എന്നൊരു പ്രതീക്ഷ പലപ്പോഴും ഇവിടെയുണ്ടെങ്കിൽ, മരണമാകുന്ന വേർപാടിന് എന്ത് പ്രതീക്ഷയാണുള്ളത്? മരണമാകുന്ന വേർപാടിന് എന്ത് പ്രതീക്ഷയാണുള്ളത്? എന്നേക്കുമായി പോവുകയാണ്. ആ വീട്ടിൽ നിന്നും കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി അദ്ദേഹം പലപ്പോഴും ഇറങ്ങിയിട്ടുണ്ട്. ഈ കുളിയും ഈ ഡ്രസ്സിങ്ങിനും ശേഷം ഇറങ്ങുന്ന ഇറക്കത്തിൽ ഇനി ഒരിക്കലും തിരിച്ചു കയറുന്നില്ല എന്നതാണ് സത്യം. സഹോദരങ്ങളെ, നമ്മൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് മരിക്കാനാണ്. അതുകൊണ്ടാണ് ഒന്ന് റോഡ് ഒരു 50 മീറ്റർ ഒന്ന് ക്രോസ് ചെയ്യുമ്പോഴേക്കും നാം തിരിഞ്ഞും മറിഞ്ഞും നോക്കിയത്. അവിടെയൊക്കെ നമ്മെ കാത്തെന്തോ ഒരു മരണത്തിന്റെ ഗന്ധമുണ്ട് എന്നത് കൊണ്ട് തന്നെയാണ്. നമ്മൾ നടക്കുന്ന നടത്തത്തിൽ ഒന്ന് മാറിയാൽ, ഒരു ചെറിയ ശ്രദ്ധയൊന്നും തെറ്റിയാൽ, ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുമ്പോൾ, നടക്കാൻ ഇറങ്ങുമ്പോൾ, ആരോഗ്യം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് രാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങിയതാണ്, തിരിച്ച് വേഗത്തിലാണ് അദ്ദേഹത്തിന് ജനാസ എടുക്കേണ്ടി വന്നത്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളും യാഥാർത്ഥ്യങ്ങളും സഹോദരങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ ഒന്ന് ഒച്ച വെക്കാൻ പോലും സമയം നൽകാതെ ഒരു പക്ഷേ മരണം നമ്മളെ റാഞ്ചി എടുത്തേക്കാം. പലപ്പോഴും നമുക്കൊക്കെ ഒരു കരുതലുണ്ട്, ഞാൻ കുറച്ചു കാലം കൂടി ഇവിടെ ഉണ്ടാകുന്ന. കഴിഞ്ഞ മെഡിക്കൽ റിപ്പോർട്ട് വന്നപ്പോൾ ഒരു പ്രശ്നമില്ല, ഷുഗർ കൺട്രോൾഡാണ്, പ്രഷർ കൺട്രോൾഡാണ്, കൊളസ്ട്രോൾ ഒന്നുമില്ല, എല്ലാം ഉഷാറാണ്. പക്ഷേ അങ്ങനെ നമ്മളിങ്ങനെ കരുതി ഇങ്ങനെ പോകായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ആ മരണം നമ്മളെ റാഞ്ചി എടുക്കുന്നത്. അല്ലാഹു പറയാണ്, നിങ്ങളെ കൊണ്ടുപോകും, അതിന് ഏൽപ്പിക്കപ്പെട്ടൊരു സമയമുണ്ട്. അവിടെ നിങ്ങളുടെ ആരോഗ്യം മലക്കുകൾ ഒന്നും ശ്രദ്ധിക്കില്ല എന്നാണ്. അവിടെ നിങ്ങളുടെ സന്തോഷം മലക്കുകൾക്ക് അറിയണ്ട. നിങ്ങൾ ഇപ്പോൾ ആ കല്യാണ പന്തൽ നിന്നും പുതുമണവാട്ടിയായി ഇറങ്ങാൻ നിൽക്കുന്ന ആ സഹോദരിയുടെ പിതാവിനെയാണ് ആ കല്യാണ പന്തൽ വെച്ച് പിടികൂടാൻ റഹ്മാനായ റബ്ബിന്റെ വിധിയെങ്കിൽ ആ മലക്കുൽ മൗത്തും സംഘവും അത് ചെയ്തിരിക്കുമെന്നാണ്. അവിടെ ഒന്നിനും ഒരു തടസ്സമില്ലാത്ത രൂപത്തിൽ സഹോദരങ്ങളെ നമ്മൾ മലക്കുൽ മൗത്തിന്റെ സംഘത്തിന്റെ മുമ്പിൽ നമ്മളിങ്ങനെ കടന്നു കൊടുക്കേണ്ടി വരും. പലപ്പോഴും നമ്മളൊക്കെ പറയാ, എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ജീവിച്ചു പോണ്ടേന്നാണ്. നമ്മൾ തിരിച്ചാ ചിന്തിക്കണ്ടേ, മരിച്ചു പോണ്ടേന്നാണ്. മലക്കുൽ മൗത്തിന്റെയും സംഘത്തിന്റെ മുമ്പിൽ ഒന്ന് നീണ്ടു നിവർന്ന് കിടക്കേണ്ടതില്ലേ എന്നാണ് ഞാൻ നിങ്ങളും ചിന്തിക്കേണ്ടത്. അള്ളാന്റെ റസൂല് നമ്മളോട് പഠിപ്പിച്ച അതാണ്, അക്സിറു ദിക്റ ഹാദിമുൽ ലദ്ദാത്തിൽ മൗത്ത്. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖമുണ്ടല്ലോ, ആ സുഖത്തിന്റെ ചരടുകളെയും മുറിച്ചു കളയുന്ന ആ ഒരു മരണല്ലേ, അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നല്ല, ചിന്തകൾ അധികരിപ്പിക്കണമെന്നാ പറഞ്ഞത്. എന്തുകൊണ്ടാ അധികരിപ്പിക്കണം എന്ന് പറഞ്ഞത്? നമ്മളൊക്കെ പിന്നെ വാട്സപ്പ് തുറന്നു കഴിഞ്ഞാൽ നിരന്തരമായി എല്ലാ ദിവസവും വ്യത്യസ്തങ്ങളായ ആക്സിഡന്റിന്റെയും പൊടുന്നനെയുള്ള മരണത്തിന്റെയും വാർത്തകൾ നിരന്തരമായി കൊണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, അതിൽ എത്ര വീഡിയോകളാണ് നമ്മളൊന്ന് മനസ്സ് പിടിച്ചു കുലുക്കിയ വീഡിയോകൾ ഉണ്ടാകുക? എന്താ നിങ്ങള് നമ്മുടെ ഒക്കെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ പെട്ടെന്ന് മറക്കുന്നുള്ളതുകൊണ്ടാണ്. അല്ല, നമ്മൾ ജീവിക്കുന്ന ദുനിയാവ് നമ്മളെ മറപ്പിക്കുന്നുള്ളതുകൊണ്ടാ. ആ ദുനിയാവിനെ സെറ്റ് ചെയ്തെന്ന് റബ്ബനെ പറഞ്ഞു, നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ദുനിയാവുണ്ടല്ലോ, അത് നിങ്ങളെ വഞ്ചിപ്പിച്ച് കളയുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദുനിയാവ് നമ്മളെ വഞ്ചിപ്പിക്കും, ദുനിയാവ് നമ്മളെ മറപ്പിക്കും. പക്ഷെ ഞാനുങ്ങളും ആ യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ മിഴികൾ തുറക്കും. അതുകൊണ്ട് മരണത്തെ ദുനിയാവ് മറപ്പിക്കുമ്പോഴും അതിനെ ഓർത്തെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ ഓർമ്മ ധാരാളമാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എന്തിനാ നമ്മൾ ഓർക്കണം എന്ന് പറഞ്ഞത്? ആ മരണത്തിന് വേണ്ടി ഒന്ന് ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ്.
അല്ല പറയാ നമ്മളെ വിളിച്ചത് അവിടെ അല്ലയോ ജനങ്ങളെ എന്ന് പറഞ്ഞില്ല, യാ അയ്യുഹല്ലദീന ആമനൂ എന്നാ വിളിച്ചത്. പള്ളിക്ക് വരുന്നവരെന്നാ പറഞ്ഞത്, നിസ്കരിക്കാൻ വരുന്നവരെന്നാ ആ പറച്ചിലിന്റെ ഉദ്ദേശം. എന്താ സുഹൃത്തുക്കളെ റബ്ബ് പറഞ്ഞത്? ആമനത്തുല്ലാഹ് വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. 2 തവണയാണ് റബ്ബ് പറഞ്ഞത്. അല്ലാഹനെ പേടിച്ചും കണ്ട് ജീവിച്ചാളി. നിങ്ങൾ എപ്പോഴും ആലോചിച്ചോളി, ഇന്ന് മരിച്ചാൽ നിങ്ങളുടെ കയ്യിൽ എന്താണെന്ന്. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നാളേക്ക് വേണ്ടിയിട്ട്, നാളേക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഈ മരണം ഇന്ന് നടന്നാൽ മണിക്കൂറുകൾക്കപ്പുറത്ത് നമുക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ട ഖബറെന്ന വീട്ടിന്റെ ഉള്ളിലേക്ക് നീ എന്ത് മാറ്റിവെച്ചു എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിച്ചോന്നാണ്. സഹോദരങ്ങളെ, അങ്ങനെ ആലോചിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഒരു ഖബറിലേക്ക് നോക്കിയിട്ട് പറയാണ്, യാ ഇഖ്വാനി ലിമിസ്ലി ഹാദൽ യൗമി ഫാഇദു. ഇതുപോലത്തെ ഒരു ദിവസത്തിന് നിങ്ങൾ ഒരുങ്ങിക്കോളി എന്നാണ് ഒരു മയ്യച്ചിനെ ഇങ്ങനെ ഇറക്കി വെക്കുന്ന രംഗത്താണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെങ്കിൽ, സഹോദരങ്ങളെ, ആ മരണത്തിന് വേണ്ടി ഒന്ന് ഒരുങ്ങാൻ നമുക്ക് കഴിയണം. എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? പ്രധാനമായും 2 കാര്യങ്ങളാണ്. രണ്ട് ടീമിനോട് നമുക്ക് ബാധ്യത ഉണ്ടെന്നുള്ളതാണ്. ഒന്ന് പടച്ചോനോടാണ്, 2 പടപ്പുകളോടാണ്. പടച്ചോനോട് നമുക്ക് തീർത്താൽ തീരാത്ത ചില കടപ്പാടുണ്ട്, അത് കണ്ണടയുന്നതിന് മുമ്പ് തീർക്കണം. പടപ്പുകളോട് നമുക്ക് ചില ബാധ്യതകളുണ്ട്, അത് മനോഹരമായി കൊണ്ട് നിർവഹിച്ചിരിക്കണം. അത് രണ്ടും ഇപ്പോൾ എന്റെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട് നമ്മൾ നല്ലോണം ആലോചിക്കണം. എങ്കിൽ നമ്മൾ മരണത്തിന് വേണ്ടി ഒരുങ്ങിയവരാ. സഹോദരങ്ങളെ, എന്താണ് പടച്ചവനോടുള്ള കടപ്പാടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്? വിശ്വാസം തന്നെയാണ്. നമ്മൾ റബ്ബിനെ കുറിച്ച് വിശ്വസിക്കുന്ന വിശ്വാസം ശരിയാക്കണം. നമ്മുടെ ജീവിതത്തിൽ ശിർക്കുണ്ടാകാൻ പാടില്ല. പരീക്ഷണങ്ങൾ ഉണ്ടായേക്കാം, മല പോലെ വന്നേക്കാം, പേമാരി പോലെ കുത്തിച്ചൊരികുന്ന ഒരു കാലവർഷം പോലെ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി റബ്ബ് പരീക്ഷണങ്ങൾ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും കൊണ്ട് തന്നുകൊണ്ടേയിരിക്കാം. കാലിടറാൻ പാടില്ല. അള്ളാനെ വിട്ടൊരു കളി നമ്മൾ കളിക്കാൻ പാടില്ല. ഒരു ജാറത്തിലേക്ക് നമ്മൾ പോകണ്ട, ഒരു തകടിലും നമ്മൾ അഭയം പ്രാപിക്കണ്ട, ഒരിടത്തേക്ക് നമ്മൾ തിരിയണ്ട. നമ്മുടെ നാവിൽ നിന്നും നമ്മുടെ മനസ്സിൽ നിന്നും ആ സമയത്തും ഉയരേണ്ട വാക്ക് ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ. എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി. ആ റബ്ബ് എന്റെ വിശ്വാസം നോക്കാൻ വേണ്ടിയിട്ട്, ഞാൻ എന്റെ തീരുമാനം എടുക്കും നോക്കാൻ വേണ്ടിയിട്ട് എന്നെ പരീക്ഷിക്കുകയാണ്. പടച്ചോനെ, എന്നെ കാക്കണയെന്ന് തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കാണ് നിർഭയത്വം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? പടച്ചോനോട് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ വീഴ്ച വരുത്തരുത് സുഹൃത്തുക്കളെ. നല്ലൊരു മരണം നമുക്ക് വേണോ? നിസ്കാരം ഏറ്റവും നന്നായി സമയബന്ധിതമായി മനസ്സ് തട്ടി നിസ്കാരം ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് ആസ്വദിച്ച് നിർവഹിക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം. പുരുഷന്മാർ ജമാഅത്തായി കൊണ്ട് കൃത്യമായി കൊണ്ട് നിർവഹിക്കണം. ഏത് രോഗാവസ്ഥയിലാണെങ്കിലും അത് എങ്ങനെയാണോ കഴിയുക അങ്ങനെ നിർവഹിക്കണം. എത്ര തിരക്കുണ്ടോ, മകളുടെ കല്യാണം നടക്കുകയാണോ, അവനവന്റെ കല്യാണം നടക്കുകയാണോ, സഹോദര, നിസ്കാരത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. ആ നിലക്ക് കൊണ്ടുനടക്കാൻ നമുക്ക് കഴിയണം. നോമ്പിന്റെ കാര്യത്തിൽ ഒരു അഴകുടമ്പൻ സമീപനം നമുക്ക് ഉണ്ടാകരുത്. രോഗം കൊണ്ടും മാസമുറ കൊണ്ടൊക്കെ പ്രിയപ്പെട്ട സഹോദരിമാരെ നോമ്പ് നമുക്ക് നഷ്ടമായിട്ടുണ്ടാകാം. കിട്ടുന്ന അവസരത്തിൽ വേഗം നോറ്റ് വീട്ടാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സക്കാത്തിന്റെ വിഷയത്തിൽ മുതലെടുത്ത് കൊടുക്കുന്ന ഏർപ്പാടായതുകൊണ്ട് പെട്ടെന്ന് കൈ ഉറച്ചു എന്ന് വരില്ല. ആ ഈമാനിന്റെ പവർ ഉണ്ടെങ്കിലേ അത് നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. സക്കാത്തിന്റെ വിഷയത്തിൽ ഒരു ബാധ്യതയില്ല എന്ന് ഉറപ്പുവരുത്തുക. ഹജ്ജ് ആർക്കാ സുഹൃത്തുക്കളെ? കാലം ഒരുപാട് കഴിഞ്ഞ് പ്രായാധിക്യം തളർത്തുമ്പോൾ തട്ടിക്കുട്ടി നടത്തുന്ന കർമ്മത്തിന്റെ പേരല്ല ഹജ്ജ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ സമ്പത്തും ആരോഗ്യവും ഒരു പ്രായപൂർത്തിയായ മനുഷ്യർക്ക് വന്നോ ആ സമയം ഹജ്ജ് നിർബന്ധമായി എന്ന അങ്ങനത്തെ ഒരു കാലം വന്നിട്ടുണ്ടെങ്കിൽ അത് നിർവഹിച്ചോളണം, ബാധ്യതയാക്കി വെക്കാൻ പാടില്ല എന്നാണ്. ഇത്രയും കാര്യങ്ങളാണ് റബ്ബുമായി ബന്ധപ്പെട്ട് പ്രധാനമായി നമുക്ക് നിർവഹിക്കാനുള്ളത്. മറ്റു ചിലതുള്ളത് പടപ്പുകളോടാണ്. എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പടപ്പുകളോട് ബാധ്യത നിർവഹിക്കാൻ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്നുമില്ല സുഹൃത്തുക്കളെ, അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച രൂപത്തിൽ ജീവിച്ചാൽ മതി. അള്ളാന്റെ റസൂൽ നമ്മൾ ഓരോരുത്തരെയും അഭിസംബോധന ചെയ്തു. നാം നമ്മുടെ ജീവിതത്തിൽ എടുത്തണിയുന്ന വ്യത്യസ്തങ്ങളായ റോളുകളുണ്ട്. ഓരോ ടീമിനെയും വിളിച്ചു അള്ളാൻ റസൂല്. നിങ്ങൾ ഇങ്ങനെയാകണട്ടോ, നിങ്ങൾ ഇങ്ങനെയാകണമെന്ന് അള്ളാൻ റസൂൽ പറഞ്ഞത് എന്താണ് നമ്മൾ കേട്ടത്? അത് അങ്ങനെ തന്നെ ആകാൻ വേണ്ടി പരിശ്രമിക്കുക. എങ്കിൽ ഭർത്താക്കന്മാരെ അള്ളാന്റെ റസൂൽ വിളിച്ചു നമ്മളെ. ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്നേഹിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അവരുടെ എന്തെങ്കിലും നന്മകളുണ്ടോ വാനോളം നിങ്ങൾ പുകഴ്ത്തണം എന്നാ പറഞ്ഞു. അവരുടെ കറി ഉണ്ടാക്കി തന്നോ, കുറച്ച് രസമുണ്ടോ, ഉഷാറായിട്ടുണ്ട് കിട്ടുമോ എന്ന് പറയാൻ ഭർത്താക്കന്മാരെ നമ്മൾ മടിക്കാൻ പാടില്ല എന്നാണ്. ഇനി അവൾക്കെല്ലാം അബദ്ധങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ ഗുണകാംക്ഷയോടുകൂടെ തിരുത്തി കൊടുക്കാന്നുള്ളതാണ്. ഒറ്റ കാര്യം ആലോചിക്കണ്ടുള്ളൂ. ഭർത്താക്കന്മാരെ നമ്മൾ കാരണം നമ്മൾ കെട്ടിക്കൊണ്ടുവന്ന നമ്മുടെ ഭാര്യമാരുടെ കണ്ണീര്, ഞാൻ കാരണം ഒരിറ്റ് കണ്ണീര് അകാരണമായി കൊണ്ട് വീടില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുമെന്നാണ്. പ്രിയപ്പെട്ട ഭാര്യമാരെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കണമെന്നാണ് അള്ളാഹു റസൂൽ പഠിപ്പിച്ചത്.
നിങ്ങൾ ഉമ്മാനെക്കാട്ടിലും വാപ്പാനെക്കാട്ടിലും സ്നേഹിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും നിങ്ങളുടെ ഭർത്താക്കന്മാരെയാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാര്യങ്ങൾ കണ്ടറിഞ്ഞ് നിർവഹിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എന്തിനും ഏതിനും കുറ്റപ്പെടുത്തുന്ന ശൈലി മാറ്റിവെച്ച് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ താങ്ങായതുപോലെ, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ മനസ്സ് വായിച്ചതുപോലെ താങ്ങായി, തണലായി, കരുത്തായി, ദീനീ കാര്യങ്ങളിലെല്ലാം സഹായിയായി കൂടെയുണ്ടാകണമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സഹോദരി ഭാര്യമാരെ നിങ്ങൾ ഉപദേശിച്ചിട്ടുള്ളത്. സഹോദരിമാരെ, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാ, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഭവം എന്ന് പറയുന്നത് ഒരു നല്ലൊരു പെണ്ണാണ് എന്നാണ്. ആ നല്ല പെണ്ണാകാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വർഗവും നിങ്ങളുടെ നരകവും നിങ്ങളുടെ ഭർത്താവിന്റെ തൃപ്തിയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മളെയും അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു, നമുക്കും ചില ഉപദേശങ്ങൾ നൽകി. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹ് നൽകുന്ന വല്ലാത്ത സമ്മാനമാണ് യഥാർത്ഥത്തിൽ മക്കൾ എന്ന് പറയുന്നത്. മക്കളെ ചോദിക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ചൊരു അറബി വാക്കുണ്ട്, റബ്ബി ഹബിലി എന്നാണ്. ഹിബത്ത് എന്ന് പറഞ്ഞ സമ്മാനമാണ്. ദാനമായി നൽകണേ റബ്ബേ എന്നാണ് പറഞ്ഞത്. മക്കളെ കൊടുക്കുന്ന സന്തോഷ വാർത്ത പറഞ്ഞപ്പോഴും അല്ലാഹ് പറഞ്ഞത് യഹബുലി മയ്യശാ എന്നാണ്, ഞാൻ ദാനമായി കൊണ്ട് കൊടുക്കുന്നു എന്ന. ആ റബ്ബ് നമ്മുടെ കൈകളിൽ നൽകിയ സമ്മാനമായ മക്കളെ അല്ലാഹ്ക്ക് തൃപ്തിയുള്ള രൂപത്തിൽ വളർത്തിയെടുക്കാൻ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ സമ്പത്ത്, നമ്മുടെ ഊർജം ചെലവഴിക്കേണ്ടത് മക്കളെ അല്ലാഹ്ക്ക് ഇഷ്ടമുള്ള റൂട്ടിലൂടെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഏറ്റവും ഉപകാരപ്പെടുന്ന എന്താണെന്നറിയോ? നിങ്ങളുടെ കനപ്പെട്ട വിലപ്പെട്ട പ്രാർത്ഥനകളാണ്. ദഅവത്തുൽ വാലിദിൽ വലദി ദഅവത്തു മുസ്തജാബ എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം അവർക്ക്. അവരുടെ എന്തെങ്കിലും നന്മകൾ കാണുമ്പോൾ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ കാണുമ്പോൾ തോളത്തു കൂടെ കൈയിട്ട് മനോഹരമായി കൊണ്ട് തിരുത്തി കൊടുക്കണം. നിങ്ങൾ അവർക്കൊരു കൂട്ടുകാരനായി, നിങ്ങൾ അവർക്കൊരു വഴികാട്ടിയായി അവരുടെ യാത്രയിൽ കൂടെ ഉണ്ടാകണം. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സ്വർഗമാണ്. സ്വർഗത്തിന്റെ 2 കവാടങ്ങളാണ്. മാതാപിതാക്കൾ മരിച്ചപ്പോൾ മുൻഗാമികൾ വാവിട്ടു കരഞ്ഞു, എന്റെ പിഞ്ചു കുഞ്ഞിനെ പോലെ തേങ്ങുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്റെ സ്വർഗത്തിലെ കവാടമാണ് അടക്കപ്പെട്ടത് എന്നാണ് അവർ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ശ്രദ്ധിക്കുക. അള്ളാന്റെ തൃപ്തി വേണോ നിങ്ങൾക്ക്? അള്ളാന്റെ പൊരുത്തമാണോ നിങ്ങൾക്ക്? അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും, റഹ്മാനായ റബ്ബിന്റെ തൃപ്തിയും പൊരുത്തവും അത് ബന്ധപ്പെട്ട് നിൽക്കുന്നത് പിന്നെ മാതാപിതാക്കൾ തൃപ്തിയിലാണ് എന്ന് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. ആ ബോധത്തോടുകൂടെ അവരോട് പെരുമാറുക. അവർക്ക് ഒരുപാട് ആയിരക്കണക്കിന് രൂപ കൈകൾ കൊണ്ടുപോയി വെക്കലല്ല അവർ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് മനോഹരമായ ഒരു സ്നേഹമാണ്. അവർ നമ്മിൽ ആഗ്രഹിക്കുന്നത് ബഹുമാനമാണ്. അവർ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് കരുതലാണ്, സ്നേഹമാണ്. അത് കൊടുക്കാൻ ഒരു പിശുക്കും നമ്മൾ കാണിക്കരുത്. എത്ര വലിയ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണെങ്കിലും അതൊന്നും കൊടുക്കാൻ നമ്മൾ ആരും പിശുക്കരുത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അവരുടെ നല്ല ഓർമ്മകൾ സമ്മാനിച്ച് ആ മനസ്സുകൾക്ക് വേദന സമ്മാനിക്കാതെ നമ്മൾ ആയുസ്സുള്ളിടത്തോളം കാലം നമ്മുടെ വാപ്പയും ഉമ്മയും നമ്മുടെ അരികിൽ ഉണ്ടാകണമെന്ന് ശാഠ്യം പിടിക്കുന്നവരായിരിക്കണം നമ്മളെല്ലാവരും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി സേവനം ചെയ്യാനും സഹോദര നാം മാറ്റിവെക്കുന്ന സമയവും സമ്പത്തുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നേടിത്തരുന്ന വിഭവങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. സഹോദരിമാരെ, അല്ലാഹുവിന്റെ കൽപ്പനകൾ മാനിക്കുക. സഹോദരിമാരെ, ഔറത്ത് മറക്കുക, സൗന്ദര്യ പ്രകടനങ്ങൾ ഒഴിവാക്കുക. അന്യപുരുഷന്മാരിൽ നിന്നും നിങ്ങൾ അകലം പാലിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ട ചില ചതിക്കുഴികളുണ്ട്. ഫെമിനിസം എന്ന പേരിൽ, ലിബറലിസം എന്ന പേരിൽ എങ്ങനെയെങ്കിലും കുടുംബത്തിന്റെ ഉള്ളിൽ സുരക്ഷിതരായി കഴിയുന്ന ഉമ്മപന്യന്മാരെ പുറത്തേക്കെടുത്ത് നിങ്ങൾ സ്വതന്ത്രം ഇല്ലാത്തവരാണെന്നൊക്കെ പലതും പറഞ്ഞ് പ്രേരിപ്പിച്ച് പുറത്തേക്കെടുത്ത് അവർക്ക് നോക്കിക്കാണാൻ, അവർക്ക് ആസ്വദിക്കാൻ, അവർക്ക് അനുഭവിക്കാൻ ചില പൈശാചിക സിദ്ധാന്തങ്ങളുമായി കൊണ്ടുവരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ, അതിന്റെ ചട്ടുകങ്ങളായി കൊണ്ട് നിന്നുകൊടുക്കാതെ നല്ല ഇസ്സത്തോടുകൂടെ ജീവിക്കുക. ലൈംഗിക രംഗത്തെ വിശുദ്ധി നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. ഒരു അവിഹിതത്തിലേക്കും പോകാതിരിക്കുക. ഒരിക്കലും ഒരു അന്യ ആണുമായി കൊണ്ട് ചാറ്റ് ചെയ്യാൻ പോലും നമ്മൾ ബോധപൂർവ്വം നിൽക്കാതിരിക്കുക. നാവിനെ നന്നായി കൺട്രോൾ ചെയ്യുക. കാരണം നാവ് കൊണ്ടാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് പോകുന്നെന്ന് പറയുമ്പോൾ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് സഹോദരിമാരെയാണെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ഗീബത്ത് അധികവും കാണുന്നത്, ഏഷണികൾ അധികവും കാണുന്നത് നിങ്ങളിലായതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരെ ഹറാമുകൾ ഒരിക്കലും
നമ്മുടെ സമ്പത്തിൽ കടരാതിരിക്കുക. ഏൽപ്പിക്കപ്പെട്ട ചെറിയ ജോലിയാകട്ടെ, എത്ര വലിയ ജോലിയാകട്ടെ, വിശ്വസ്തയോടുകൂടെ, പരിപൂർണതയോടുകൂടെ, പക്വതയോടുകൂടെ നിർവഹിക്കുക. കച്ചവടത്തിന്റെ പേരിൽ ഒരു ചതിയോ വഞ്ചനയോ പൂഴ്ത്തിവെപ്പോ നടത്താതിരിക്കുക. പെട്ടെന്ന് പണക്കാരനാകാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തു കൂട്ടുന്ന പരിപാടി നമുക്ക് വേണ്ട. ഒരു ലോട്ടറി എടുത്ത് ചൂതാട്ടത്തിന്റെ ലെവലിലേക്ക് നമ്മൾ ഒരിക്കലും പോകാതിരിക്കുക. കാരണം സമ്പത്ത് ഹറാമായി കഴിഞ്ഞാൽ എല്ലാം തകരും സുഹൃത്തുക്കളെ. പ്രാർത്ഥനകൾ തടയപ്പെടും പ്രിയപ്പെട്ടവരെ. നമ്മുടെ അമലുകൾ അല്ലാഹുവിന്റെ അരികിൽ സ്വീകരിക്കാതെ പോകും സഹോദരന്മാരെ. അതുകൊണ്ട് സമ്പത്ത് എപ്പോഴും ശ്രദ്ധിക്കുക. എന്തൊരു പുതിയ കാര്യം നമ്മൾ തുടങ്ങുമ്പോഴും ആ രംഗത്ത് നമുക്ക് മതപരമായ നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു വൈജ്ഞാനിക അവലംബം എപ്പോഴും നമുക്ക് ഉണ്ടാകണം. വിളിച്ചും ചോദിച്ചും പറഞ്ഞും അതിൽ ഹറാമുകളില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം ധനസമ്പാദനത്തിന്റെ മേഖലയിലേക്ക് നമ്മൾ കടന്നു വരിക. പ്രിയപ്പെട്ട മുതലാളിമാരെ, കീഴുദ്യോഗസ്ഥർ നമ്മുടെ അടിമകളല്ല. ഒരു കുടുംബത്തെ പോറ്റാനാണ് നിങ്ങളുടെ അരികിലേക്ക് അവർ ജോലി തേടിയെത്തിയതെങ്കിൽ, ഒരു കസ്റ്റമർ നിലനിർത്താൻ വേണ്ടി, ഒരു കസ്റ്റമറിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ മാനത്തിന് നിങ്ങൾ, അദ്ദേഹത്തിന്റെ അഭിമാനത്തെ നിങ്ങൾ ഒരിക്കലും ധ്വംസിക്കരുത്. കസ്റ്റമറിന്റെ മുമ്പിൽ വെച്ച് വഴക്കിടുമ്പോൾ അദ്ദേഹം ഒന്നും നിങ്ങൾ പറഞ്ഞില്ലെന്ന് വരാം. കാരണം അദ്ദേഹത്തിന്റെ ജോലിയെ ബാധിക്കുന്ന കേസായതുകൊണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ തേങ്ങം, എന്റെ സഹോദര, നിങ്ങൾക്കെതിരെ ഒന്ന് പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷെ ഒരു ഷോർട്ട് സർക്യൂട്ട് മതിയാകും. ഒരു പക്ഷെ നിങ്ങൾ കാലങ്ങളായി ചെയ്തു കൂട്ടിയ, പിന്നെ പടുത്തുയർത്തിയ ആ കാര്യങ്ങളെല്ലാം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയാൻ ആ പ്രാർത്ഥന മതിയാകും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തൊഴിലാളികളെ, തൊഴിലിൽ ആത്മാർത്ഥത പുലർത്തുക. വിശ്വാസവഞ്ചന ഒരിക്കലും കാണിക്കാതിരിക്കുക. പ്രിയപ്പെട്ട എന്റെ വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്. അധ്യാപകരെ മാതാപിതാക്കൾക്ക് തുല്യമായി കൊണ്ട് ബഹുമാനിക്കാനും ആദരിക്കാനും സേവനങ്ങൾ ചെയ്തു കൊടുക്കാനും നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. പുതിയ തലമുറയിൽ അധ്യാപകരോട് തീരെ മതിപ്പില്ലാത്ത രൂപത്തിലുള്ള പെരുമാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടുവരുന്നു. നിങ്ങൾ സിലബസ് മാത്രം പഠിച്ചു തീർത്താൽ മതി, എന്റെ സ്വകാര്യ വിഷയങ്ങൾ നിങ്ങൾ ഇടപെടേണ്ട, എന്നെ ഉപദേശിക്കാൻ നിങ്ങൾ വരേണ്ട എന്നതൊക്കെയാണ് പുതിയ തലമുറയുടെ സംസാരം. വിശ്വാസികളായ സ്വർഗം കൊതിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ നാവിന്റെ തുമ്പത്തിൽ നിന്നും അങ്ങനത്തെ ഒരു ശൈലി നമുക്ക് വേണ്ട. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഒരു നായ കാല് പൊക്കി മൂത്രമൊഴിക്കുന്നത് പ്രായപൂർത്തിയാകുമ്പോഴാണ് എന്ന ഒരു അറിവ് പകർന്നു കൊടുത്തതിന്റെ പേരിൽ അദ്ദേഹം ഒരു അമുസ്ലിമായ ആ അധ്യാപനെ കണ്ട സമയത്ത് എണീറ്റ് നിന്നു എന്നതാണ് ചരിത്രമെങ്കിൽ, നമുക്ക് കിട്ടുന്ന ഓരോ അറിവും സുഹൃത്തുക്കളെ വലുതാണ്. അതുകൊണ്ട് അവരെ ബഹുമാനിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ട അധ്യാപകരെ, ആരെങ്കിലും സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ മക്കൾ നിങ്ങളുടെ മുമ്പിൽ വരുന്ന നിങ്ങളുടെ ശിഷ്യന്മാർ നിങ്ങൾക്ക് ഒരു മാസ വരുമാനത്തിനുള്ള മാർഗങ്ങൾ മാത്രമല്ല, അവർ നിങ്ങൾക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. അവരെ നല്ല മക്കളായി കൊണ്ട് മാറ്റാൻ, ധാർമ്മിക ബോധത്തിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ട മക്കളാക്കി കൊണ്ട് മാറ്റാൻ നിങ്ങൾക്കാണ് ഏറ്റവും നന്നായി കൊണ്ട് കഴിയുക. കാരണം സ്വന്തം മാതാപിതാക്കളെക്കാൾ കൂടുതൽ സമയം നിങ്ങളരികിൽ ചെലവഴിക്കുന്നുകൊണ്ട് ആ ദൗത്യത്തെ മനോഹരമായി കൊണ്ട് നിർവഹിക്കുക. പ്രിയപ്പെട്ട അമ്മായിമ്മമാരെ, മരുമകളെ മകളെപ്പോലെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്മ എന്തെങ്കിലും കാണുമ്പോൾ നന്നായിട്ടുണ്ട് മോളെ എന്നൊന്ന് പറയാൻ ഒരു പിശുക്ക് നിങ്ങൾ കാണിക്കാതിരിക്കുക. വല്ല അബദ്ധങ്ങൾ സംഭവിച്ചാൽ സാരമില്ല എന്ന് പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അവരെ ആ നിങ്ങളുടെ മരുമകളെ പെറ്റ ഒരു ഉമ്മ അപ്പുറത്തുണ്ട്, പോറ്റിയ ഒരു പിതാവ് അപ്പുറത്തുണ്ട്. ആ ഉമ്മാനെയും വാപ്പാനെയും കാണണമെന്ന് അവൾ ആഗ്രഹം പ്രകടിക്കുമ്പോൾ നിങ്ങൾ അതിനിടയിൽ ഒരു വലങ്ങുതടിയായി കൊണ്ട് മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൊടുത്തതേ കിട്ടൂ, വിതച്ചതേ പെയ്യൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ട മരുമക്കളെ, നിങ്ങൾക്ക് വേണ്ട താങ്ങും തണലുമായി നിങ്ങളുടെ കൂടെയുള്ള ഭർത്താവുണ്ടല്ലോ, ആ ഭർത്താവിനെ അങ്ങനെയാക്കി തീർത്തതിന്റെ പിന്നിൽ ഒരു ഉമ്മാക്ക് റോളുണ്ട്. ആ ഉമ്മയാണ് നിങ്ങൾ ഇന്ന് അമ്മായി ഉമ്മ എന്ന് പറയുന്നത്. ആ ഉമ്മ നമ്മൾ മാറ്റുക, അമ്മായി എന്ന പദം നമ്മൾ മാറ്റുക. അവർ നിങ്ങളുടെ ഉമ്മയാണ് എന്ന് മനസ്സിലാക്കുക. ആ സ്നേഹം, ആ കരുതലും എല്ലാം നിങ്ങൾ തിരിച്ചു കൊടുക്കുക. നിങ്ങൾ എന്തെങ്കിലും സേവനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് അവർക്ക് സേവനം ചെയ്യുക. അറിയുക, ഇതേ വഴിയിൽ ആയുസ് നിങ്ങൾക്ക് റബ്ബ് നീട്ടിത്തരുന്നുവെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഇതേ പോസ്റ്റിലേക്ക് നമ്മൾ എല്ലാവരും വരാനുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗം കൊതിക്കുന്നവരെ, നരകത്തെ ഭയപ്പെടുന്നവരെ, ഈ രൂപത്തിൽ എല്ലാ ഏരിയകളും പടച്ചോനോടും പടപ്പുകളോടുമുള്ള ബാധ്യതകൾ കൃത്യമായി കൊണ്ട് നിർവഹിക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ കൊടുക്കുക, ഓരോരുത്തർക്കും കൊടുക്കാനുള്ള അവകാശങ്ങൾ നിങ്ങൾ നിർവഹിച്ചു കൊടുക്കുക എന്നതാണ്. സഹോദരങ്ങളെ, ഭയപ്പെടുക റബ്ബിലേക്കുള്ള ഒരു തിരിച്ചുമടക്കത്തെ.
വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹ് പറയാ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഏത് സമയവും റബ്ബ് നിങ്ങളെ തിരിച്ചു വിളിക്കും. ആ ഒരു ദിവസത്തെ നിങ്ങൾ നല്ലോണം പേടിച്ചോളി എന്നാണ്. ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക സഹോദര. ഒരു ചെരുപ്പിന്റെ വാറിനോളം അടുത്ത് നിൽക്കുന്ന നമ്മുടെ മരണം. ആ ബോധത്തോടു കൂടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ ആ നിലക്ക് തന്നെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക, പരമാവധി പരിശ്രമിക്കുക. ഈ വിധം ജീവിക്കാനുള്ള തൗഫീഖിന് വേണ്ടി റബ്ബിനോട് ആത്മാർത്ഥമായി കൊണ്ട് ചോദിക്കുക.